ഹലോ ഗായ്സ്, മല്ലു യൂണിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഡിസ്ക് രാവണൻ ആണ്. ഇതാണ് ഡിസ്ക്. ബാക്കിലത്തെ ആർട്ട് വർക്ക് ഇതാ ഇങ്ങനെയാണ്. ഇനി ഡിസ്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഡിസ്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇൻട്രോടെ മാത്രം പറയാം മൂവിയെ പറ്റി. ഇത് 2010 ഇറങ്ങിയ മൂവിയാണ്. മണിരത്നമാണ് ഡയറക്ടർ. മെയിനായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് വിക്രം, പൃഥ്വിരാജ്, ഐശ്വര്യ റായൊക്കെയാണ്. കണ്ടുകൊണ്ടേൻ എന്ന് പറഞ്ഞൊരു മൂവി 2000 ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 years ഗ്യാപ്പിലാണ് ഐശ്വര്യ തമിഴിലേക്ക് ആക്ച്വലി തിരിച്ച് വന്നത്. അപ്പോൾ അത്രയും വലിയ ഗ്യാപ്പിന് ശേഷം ഐശ്വര്യ വന്നൊരു മൂവിയും കൂടെയാണിത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പറ്റും. അതായത് രാമായണ സ്റ്റോറി ബേസിക് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ മാത്രം എടുത്തിട്ട് രാവണനായിട്ട് വിക്രമും രാമനായിട്ട് പൃഥ്വിരാജും സീതയായിട്ട് ഐശ്വര്യ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിനൊരു മോഡേൺ അഡാപ്റ്റേഷൻ ചെയ്ത് നമ്മുടെ പ്രസൻറ്റ് സിനാരിയോസും നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു അഡാപ്റ്റേഷൻ തന്നെയാണിത്. മെയിൻ പൊളിറ്റിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഒരാൾ ഗവൺമെൻറ് എഗെയിൻസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ചിത്രീകരിക്കാൻ പറ്റും നെക്സലൈറ്റ് എന്നുള്ള പോലെയോ അങ്ങനെ ഒരു റിബൽ പേഴ്സൺ എങ്ങനെയൊക്കെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഗവൺമെൻറ് ആയാലും അത് അവരുടെ പൊളിറ്റിക്കൽ സൈഡാണ്. അപ്പോൾ അതിൻ്റേതായ ശരികളും തെറ്റുകളും കാണും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിരിക്കുന്ന മൂവിയാണ് ഇത്. സന്തോഷ് ശിവനാണ് DOP. ആക്ച്വലി ഈ സന്തോഷ് ശിവൻ DOP വരുമ്പോൾ തന്നെ ആക്ച്വലി മനസ്സിലാവും ഇതിൽ ഏത് ഫ്രെയിം എടുത്ത് വെച്ചാലും നമുക്കൊരു വാൾപേപ്പർ ആക്കാനുള്ളൊരു ഐറ്റം കിട്ടും. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഓരോ ഫ്രെയിമും. നമുക്ക് എന്ത് സീൻസും കാണുമ്പോഴും നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് എവിടെ പോയി ഷൂട്ട് ചെയ്ത് നമുക്കുള്ളൊരു ഇപ്പോഴും ഒരു വണ്ടർ അടിക്കുന്ന ഒരു വിഷ്വലായിരിക്കും ഇത്. ഡിസ്കിനെ പറ്റി പറയുമ്പോഴേക്കും ഇതിൽ ഓഡിയോ വരുന്നത് DTS 5.1 ആണ് മാസ്റ്റർ ഓഡിയോ. പിന്നെ ഇതിൽ LPCM ഓഡിയോയും കൂടെ വരുന്നുണ്ട്. LPCM ഓഡിയോ എന്ന് പറയുന്നത് ഒരു അൺകംപ്രസ്ഡ് ഫോർമാറ്റ് തന്നെയാണ്. ഞാൻ എപ്പോഴും സെലക്ട് ചെയ്തിടുന്നത് DTS മാസ്റ്റർ ഓഡിയോയിലാണ്. കാരണം ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ DTS ആണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഐശ്വര്യ തട്ടിക്കൊണ്ട് പോകുന്ന സീൻ തന്നെയാണ് ഓപ്പണിങ്. ഇവിടം തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ലൊക്കാലിറ്റിയും ഒരു താഴ്വാരം അല്ലെങ്കിൽ ഒരു മലഞ്ചെരിവ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഒരു മഴയുടെ സൗണ്ട് എപ്പോഴും ഈ ലൊക്കാലിറ്റി മൊത്തം ഉണ്ട്. അവിടെയൊക്കെ മഴ പെയ്യുന്നൊരു ടോപ്പോഗ്രഫിയും കൂടെയാണ്. ഈ ടോപ്പോഗ്രഫി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സറൗണ്ട് സ്പീക്കേഴ്സിൽ എപ്പോഴും ഈ മഴയുടെയും വെള്ളത്തിൻ്റെയും ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ ഇരിക്കുന്നൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിപ്സ് വരത്തില്ലേ, അതായത് ടൊറൻറ്റോ, ടെലഗ്രാം അങ്ങനെയൊക്കെ ഈ റിപ്പുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ മാസ്റ്റർ ഓഡിയോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. മാസ്റ്റർ ഓഡിയോയൊക്കെ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇന്ത്യൻ മൂവി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മൂവി എന്ന് പറയുമ്പോൾ ഇതെപ്പോഴും ഒരു സജസ്റ്റബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഒരു ഐറ്റം ഉണ്ട് ആക്ച്വലി വിണ്ണയെ താണ്ടി വരുക എന്നുള്ളൊരു ഓപ്ഷനാണ്. കാരണം AR റഹ്മാൻ്റെ മൊത്തം വർക്കും മീൻസ് സോങ് വൈസ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ വിണ്ണയെ താണ്ടി വരുകയാണ്. അതിൻ്റെ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ആക്ച്വലി സൗണ്ട് ഡിസൈനിങ്ങിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പോഗ്രഫി ഫസ്റ്റ് കാണിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അവിടെ എത്തി. അത് തന്നെ ഒരു വലിയ ഫീലാണ്. സോങ്സ് അറൗണ്ട് ഒരു 5-6 പാട്ടൊന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തോന്നിയ ടൈറ്റിൽ സോങ് ആണ്. പിന്നെ ഇപ്പോഴും നമ്മൾ സൺ മ്യൂസിക്കിലൊക്കെ പണ്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ് കേൾക്കാൻ ഈ DTSൽ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എക്സ്ക്ലൂസീവായിട്ട് കിട്ടാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. ഈ ഡിസ്കിൽ ആക്ച്വലി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഇൻ്റർവ്യൂസ്, വാട്ട് ദേ ഹാവ് ടു സേ, അതായത് ആ മൂവിയെ പറ്റി ആ മൂവിയുടെ മേക്കിംഗ് ടൈമിൽ ഇവർക്ക് പറയാനുള്ളത് എന്താണ്, ഇവരെന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഉണ്ട്. അറൗണ്ട് 1 hour 45 minutes 1 hour ഒരു റൺ ടൈമുള്ളൊരു മേക്കിംഗ് വീഡിയോ ആണ്. ആ മേക്കിംഗ് വീഡിയോ ആക്ച്വലി DVD റേഷ്യോയിലാണ്, അതായത് ഒരു 480pയിലൊക്കെ വരുന്ന രീതിയിലുള്ള റേഷ്യോയിലാണ്. പക്ഷേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മെയിനായിട്ട് ഇൻ്റർവ്യൂസ് വരുന്നത് പൃഥ്വിരാജിൻ്റെ, വിക്രമിൻ്റെ, ഐശ്വര്യയുടെ, പിന്നെ ഡയറക്ടർ മണിരത്നത്തിൻ്റെ, ഇവരുടെ എല്ലാം ഒരു ഷോർട്ട് ഇൻ്റർവ്യൂസും ഉണ്ട്. പിന്നെ ഇവരുടെ മേക്കിംഗ് വീഡിയോയിൽ വരുന്ന ഇവരുടെ ഈ ട്രക്കിലൊക്കെ പോകുമ്പോൾ ഈ ട്രക്ക് അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള സീൻസ് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു ലാസ്റ്റ് എപ്പിക്കായിട്ടുള്ളൊരു ബ്രിഡ്ജ് ഫൈറ്റ് ഉണ്ട്. അതായത് മെയിൻ ആക്ടേഴ്സ് തമ്മിൽ ബ്രിഡ്ജിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ടാവും. ഈ ഫൈറ്റ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, അതുവരെ റോപ്പ് എത്രയായിട്ട് യൂസ് ചെയ്തപ്പോഴും സ്റ്റിൽ ആ ഡെപ്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. 2 മലയുടെ ഇടയിലായിട്ടൊരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൽ ഇവർ റോപ്പ് വെച്ചിങ്ങനെ മീൻസ് ഹാങ് ചെയ്തിട്ടിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ റോപ്പ് മൂവി കാണാൻ പറ്റത്തില്ല, പക്ഷേ ഈ മേക്കിംഗ് വീഡിയോയിൽ ഈ റോപ്പും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവർ ചലഞ്ചസ് ഉണ്ടല്ലോ. കാരണം ഇവർക്ക് എന്തായാലും താഴെ നോക്കുമ്പോൾ കുഴി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇവരുടെ ഫേസിലെ എക്സ്പ്രഷൻസൊക്കെ നല്ല ക്ലിയർ മനസ്സിലാവും. ഷൂട്ടിംഗ് സമയത്ത് ഉള്ള വിഷ്വൽസ് ആണതെല്ലാം. അതൊക്കെ ആക്ച്വലി വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിന് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ശോഭനയാണ്. പുള്ളിയുടെ ഇൻ്റർവ്യൂവും ആക്ച്വലി
ഈ മേക്കിംഗ് വീഡിയോയിലുണ്ട്. ആക്ച്വലി ഈ മൂവി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എല്ലാവർക്കും ആക്ച്വലി അറിയാവുന്ന മൂവിയാണ്. അപ്പോൾ ഞാനിത് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം ഇത് ഡിസ്കിൻ്റെ ബേസിസിൽ വരുമ്പോഴേക്കും എന്തൊക്കെ ചേഞ്ചസ് വരും, നല്ലപോലെ ഇത് വെർത്തായിട്ടുള്ളൊരു കളക്റ്റിബിൾ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ചാൻസ് കിട്ടുവാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു മൂവിയുടെ സജഷനുമായിട്ട് വേറൊരു വീഡിയോ കാണാം. ബൈ.